ഹല്ലേലൂയ. എല്ലാ ദൈവങ്ങൾക്കും വന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ക്രിസ്തുവിനെ ധരിക്കുക. ഗലാത്യർ 3:27 വായിക്കുന്നത്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. റോമാലേഖനം 13:14 വായിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ, മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. ഇവിടെ ധരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് വസ്ത്രം ധരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന പദം തന്നെയാണ് വായിച്ചത്. നാം ക്രിസ്തുവിനെ ധരിക്കുക, നാം പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നു എന്ന് തന്നെയല്ല, വസ്ത്രം ധരിക്കുന്നത് പോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ പ്രകൃതിയാൽ നാം ആരാണെന്ന് എല്ലാവർക്കും കാണാൻ കഴിയും. സ്നാനത്താൽ ക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോൾ ക്രിസ്തുവിനെ ധരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ധരിക്കുന്ന വസ്ത്രത്താൽ ഒരാളെ തിരിച്ചറിയാമെന്നതുപോലെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരുവനായും തൻ്റെ ജീവിതത്തിലും സ്വഭാവത്തിലും അദ്ദേഹത്തെ പ്രദർശിപ്പിക്കുവാനായാണ് വിശ്വാസി അറിയപ്പെടുന്നത്. അദ്ദേഹം വിശ്വാസി ആവർത്തിക്കുന്ന കർത്താവായ യേശുവിനെ ധരിച്ചുകൊള്ളുവീൻ എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ? മാനസാന്തര സമയത്ത് മാത്രമല്ല, ദിവസം തോറും നമ്മെ വസ്ത്രം ധരിച്ച് നമ്മൾ കാണുന്നത് പോലെ ജഡാഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിനായി ജീവിക്കാതെ ക്രിസ്തു യേശുവിൻ്റെ പ്രതിമയെയും ക്രിസ്ത്യാനുരൂപമായ പുതുമനുഷ്യനെയും പ്രതിഫലിപ്പിക്കേണ്ടതിന് വിശ്വാസി ദിനംതോറും ക്രിസ്തു യേശുവിനെ ധരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വേഷവിധാനം, നമ്മുടെ നടപ്പ്, നമ്മുടെ സംസാരം, ഇതൊക്കെ ക്രിസ്തുവിനെ നാം ധരിക്കുന്ന രീതിയിലാണോ? ക്രിസ്തുവിനെ ധരിക്കുക. ഈ പ്രവൃത്തി ദിവസേന രഹസ്യ അറിവ് ചെയ്യേണ്ടതാണ്. ഞാൻ കർത്താവിനെ സ്വർഗീയ യേശുവിനെ ധരിക്കണം. ക്രിസ്തുവിനെ ധരിക്കാൻ നമുക്ക് സമയം ആവശ്യമുണ്ട്. അതിന് ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. കാറ്റിൽ നിന്നും വെയിലിൽ നിന്നും വസ്ത്രം നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പോലെ യേശു ക്രിസ്തു എൻ്റെ രക്ഷയും സന്തോഷവും സൗന്ദര്യവും ആയിരിക്കും എല്ലായ്പ്പോഴും. പ്രാർത്ഥനയിൽ കർത്താവുമായി സംസർഗത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദിവ്യ സ്വഭാവം എന്നിലേക്ക് പകരുകയും ഞാൻ അദ്ദേഹത്തിലായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരണം. ആ ദൈവിക സംസർഗം എന്നേക്കും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെപ്പോലെ ഞാൻ നടക്കാൻ എന്നെ ശക്തനാക്കും. എൻ്റെ ആത്മാവെ, ഈ സത്യത്തെക്കുറിച്ച് ധ്യാനിക്കാൻ സമയം എടുക്കുക. പുറം ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രം അത്യാവശ്യമായിരിക്കുന്ന പോലെ ക്രിസ്തുവിൽ വസിക്കുന്നതിനും അദ്ദേഹത്തോടെ ദിവസം തോറും വാസം ചെയ്യുന്നതിനും നടക്കുന്നതിനും യേശു ക്രിസ്തുവിനെ ധരിക്കുന്നത് ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അത് നമുക്ക്